വെൽക്കം ടു ട്രൈഡ്വുഡ്. നമുക്ക് വരുന്ന ആഴ്ചയിൽ യുഎസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു മുന്നേ കഴിഞ്ഞ ആഴ്ച നമ്മുടെ അനാലിസിസ് നടത്തിയ കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്യാം. നമ്മൾ കഴിഞ്ഞ തവണ അനാലിസിസ് നടത്തുമ്പോൾ ഏറെക്കുറെ ഈ ഏരിയയിലായിരുന്നു മാർക്കറ്റ് നിന്നുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇത് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടേക്ക് സപ്പോർട്ടിലേക്ക് തന്നെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നല്ലൊരു സെൽ എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, നോക്കിയാൽ കാണാം. അത് ഇവിടം വരെ എത്തി. പിന്നെ ഇവിടെ എത്തുന്ന സമയത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ബൈ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ മാർക്കറ്റ് കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ബ്ലൂ ലൈൻ വരെ എത്താം. എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് മുകളിലോട്ട് മാർക്കറ്റ് വീണ്ടും വരികയാണെങ്കിൽ ഈ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് കിട്ടുകയാണെങ്കിൽ ഒരു നല്ല എൻട്രി സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബുള്ളിഷ് എൻഗൾഫിംഗ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ റീടെസ്റ്റ് വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ടാണ് മൂവ് ചെയ്തത്. നമ്മുടെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് ലൈൻ ആയിരുന്നു. ആ ബ്ലാക്ക് ലൈനിലേക്ക് എത്തിയില്ല. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നോക്കിയാൽ കാണാം ഈ ഏരിയയിൽ മൾട്ടിപ്പിൾ ടൈം റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. നോക്കിയാൽ കാണാം മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ടാർഗറ്റ് എത്താതിരുന്നത്. ട്രേഡ് പറഞ്ഞ കാര്യങ്ങളിൽ ഒട്ടുമിക്ക കാര്യങ്ങളും കൃത്യമായി തന്നെ സംഭവിച്ചിട്ടുണ്ട്. എൻട്രി സാധ്യതകൾ പറഞ്ഞ 2 എൻട്രി സാധ്യതകൾ കൃത്യമായിട്ട് തന്നെ കിട്ടിയിട്ടുമുണ്ട്. എനിവേ ഇത്രയായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ അനാലിസിസ് ചെയ്തത്. ഇനി നമുക്ക് വരുന്ന ആഴ്ചയിലെ അനാലിസിസിലേക്ക് പോവാം. ഇനി വരുന്ന ആഴ്ചയിലേക്ക് അനാലിസിസിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കഴിഞ്ഞ ആഴ്ച നല്ലൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു ക്യാൻഡിൽ. നോക്കിയാൽ കാണും ഒരു ഇൻഡിസിഷനിലാണ് നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞ ഈ ലോയിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ബ്രേക്ക് ചെയ്തില്ല. ഒരു കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് അതുപോലെ തന്നെ നിന്നു. ഈ ആഴ്ചയും ആ സാധ്യത അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഏരിയനെ ഒരു സപ്പോർട്ടായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ആയെങ്കിലും അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അതിന് താഴെ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതൊരു പക്ഷേ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. മുമ്പ് വരച്ചിരിക്കുന്ന ഈ സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഈ ഇവിടെ നിന്ന് രണ്ടാമത് വരച്ച സപ്പോർട്ടിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സപ്പോർട്ടിനെ വരച്ചു വെച്ചിരിക്കുന്നത്. വീണ്ടും താഴെ മറ്റൊരു സപ്പോർട്ടും കൂടി ഉണ്ട്. ഇതെല്ലാം സ്വിംഗ് ലോകളാണ്. അതുകൊണ്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിടുന്നത്. ഇവിടേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കാം. ആദ്യത്തെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും തേർഡ് സപ്പോർട്ടിലേക്ക് എത്തുന്ന സമയത്തോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ടോ നല്ലൊരു ക്യാൻഡിൽ മൂവ്മെന്റ് മുകളിലോട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്നതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ മാർക്ക് ചെയ്തിടുന്നത്. എനിവേ സപ്പോർട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്തിടുന്നത് ഒരു ഇംബാലൻസ് ഉണ്ട്, അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇംബാലൻസിന്റെ ഒപ്പം തന്നെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു റെസിസ്റ്റൻസും കൂടി ഉണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് വീക്കിലി ചാർട്ടിൽ നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം. വൺ ഡേ ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഒരു റെസിസ്റ്റൻസ് ഏരിയ കാണാം. ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്തിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത ഏരിയ ആയിരുന്നു. ഈ ഏരിയയിലാണ് മൾട്ടിപ്പിൾ സപ്പോർട്ട് എടുത്ത് പിന്നെ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു റെസിസ്റ്റൻസ് എടുത്ത് അപ്പൊ ഈ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് താഴെ ഒരു ഇംബാലൻസും കൂടിയുണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻഡിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻസൈഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ഒരു ഹൈയും അതുപോലെ തന്നെ ഇവിടെ ഒരു ലോയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. അപ്പൊ ഈ ഒരു ഏരിയന്റെ ഉള്ളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോകണമെങ്കിൽ ലോയിനെയോ ഹൈനെയോ ബ്രേക്ക് ചെയ്തിട്ട് ഒരു റിവേഴ്സൽ പാറ്റേൺ കിട്ടണം. അപ്പൊ എന്തായാലും നമ്മൾ ഈ 2 ഏരിയനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് ഒരുപക്ഷെ അത് നന്നായിട്ട് ഉപകാരപ്പെടും. ഇനി നമുക്ക് ഫോർവേഡിലേക്ക് പോവാം. ഫോർവേഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒരു പ്രൈസ് ഷിഫ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോവാണ്. ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ കാണാം മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ ഫോർവേഡിൽ വരച്ചു വെക്കുന്നുണ്ട്. ഫോർവേഡിലെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് കാര്യമായിട്ട് മാർക്ക് ചെയ്യാനൊന്നുമില്ല. ഓൾറെഡി നമ്മൾ വൺ ഡേയിൽ മാർക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കിനി 1 അവറിൽ പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ വരച്ച ട്രെൻഡ് ലൈൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കൽ മാത്രമല്ല ഇവിടുത്തെ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹൈ ഉണ്ട്, ആ ഒരു ഹൈനെയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്ത് വന്ന് താഴോട്ടേക്ക് ഇറങ്ങി
നല്ലൊരു സപ്പോർട്ട് ഏരിയയിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. നോക്കിയാൽ കാണാം, ഇവിടേക്ക് മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം വന്നു കഴിഞ്ഞതിന് ശേഷം വീണ്ടും റീടെസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ റീടെസ്റ്റ് വന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്നിട്ട് ഒരു എൻട്രി സാധ്യത 1 അവറിൽ കാണുന്നുണ്ട്. ഒരുപക്ഷെ ട്രെൻഡ് ലൈനിലേക്ക് വരാം. ട്രെൻഡ് ലൈനിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ട്രെൻഡ് ലൈനിൽ എത്താതെ തന്നെ ഒരുപക്ഷെ ട്രെൻഡ് ലൈനിലേക്ക് എത്താതെ തന്നെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു എൻഗൾഫിംഗ് ബുള്ളിഷ് ക്യാൻഡിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു മർബസോ വരികയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ട്രേഡ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റെഡ് ലൈൻ ആയിരിക്കും. ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വീക്കിലി ഇംബാലൻസ് ആണ്. അപ്പൊ ഈ വീക്കിലി ഇംബാലൻസിൽ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, അതായത് മുകളിലേക്ക് കയറി പോയതിനു ശേഷം നല്ലൊരു സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഒരു പാറ്റേൺ വീഴുകയാണ്, അല്ലെങ്കിൽ നല്ലൊരു റിവേഴ്സൽ പാറ്റേൺ വീഴുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു സെൽ എൻട്രി ഉണ്ട്. അല്ലെങ്കിൽ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കുറച്ചുകൂടി മുകളിൽ പോയിട്ട് ഈ ഒരു ബ്ലാക്ക് ലൈനോ അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള മറ്റൊരു ഇംബാലൻസ്, ഡെയിലി ഇംബാലൻസിൽ നിന്നോ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി കിട്ടുകയാണ്, അതായത് ഇങ്ങനെ ഒരു ആക്ഷൻ നടക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പറഞ്ഞത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റ് ഇവിടെ വന്ന് ഈ റെഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് ഒരുപക്ഷെ മുകളിലോട്ട് കയറി പോയി കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ഫോള് വരികയാണെങ്കിൽ റിവേഴ്സൽ പാറ്റേൺ വരികയാണെങ്കിൽ നമുക്ക് വരുന്ന റീടെസ്റ്റിലേക്ക്, അതായത് പിന്നെ അവിടുന്ന് സംഭവിക്കുന്ന റീടെസ്റ്റിലേക്ക് നമുക്ക് ഒരു എൻട്രി എടുക്കാം, സെൽ എൻട്രി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ റെഡ് ലൈൻ വരെ, താഴെ വരച്ച റെഡ് ലൈൻ വരെ മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ അതിനു മുന്നേ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയത് കൊണ്ടാണ്. ഈ ഒരു ആക്ഷൻ ഈ പറഞ്ഞ റെഡ് ലൈനിൽ നിന്നോ, അല്ലെങ്കിൽ ഈ ഇംബാലൻസിൽ നിന്നോ, ഈ ബ്ലാക്ക് ലൈനിൽ നിന്നോ, അല്ലെങ്കിൽ വീണ്ടും വരുന്ന ഇംബാലൻസിൽ നിന്നോ ഒക്കെ സംഭവിക്കാം. അപ്പോൾ അത് സംഭവിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഫോളോ ആയിരിക്കണം. ഫോളോ മാത്രമല്ല, പിന്നെ വരുന്ന റീടെസ്റ്റ് ഒരു വീക്ക് ആയിരിക്കണം. വലിയ ക്യാൻഡിലോട് കൂടിയുള്ള റീടെസ്റ്റ് ആയിരിക്കരുത്. വീക്ക് റീടെസ്റ്റ് ആണെങ്കിൽ മാത്രമാണ് സെൽ എൻട്രി എന്ന് പറയുന്നത്. ബൈ എൻട്രി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സപ്പോർട്ടിലേക്ക് വരാം. എന്നിട്ട് വീണ്ടും ഒരു നല്ലൊരു കൺഫർമേഷൻ, അതായത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെ ബ്രേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ട്രേഡ് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഇടത്തു നിന്ന് തന്നെ ഒരുപക്ഷെ ബുള്ളിഷ് ക്യാൻഡിലായിട്ട് മുകളിലോട്ട് പോവാം. അപ്പൊ അതിനെയും ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. എന്ത് തന്നെയായാലും രണ്ടിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റെഡ് ലൈൻ ആവാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. അതിന്റെ ഇടയിൽ ഒരു ടാർഗറ്റ് കാണുന്നത് ഈ ഒരു ഹൈ ആണ്. ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്താലും ഇവിടം വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും അതൊന്ന് നോക്കുക. ഇനി മറ്റൊരു കാര്യം എന്നുള്ളത് പറയുന്നത്, ഈ ഒരു ലൈനെ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് ലൈൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്ലാക്ക് ലൈനിൽ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ ബ്ലാക്ക് ലൈനും കൂടി ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോവാം. മുകളിലോട്ട് എന്ന് പറഞ്ഞാൽ ഈ റെഡ് ലൈനിന്റെ മുകളിലോട്ട് പോവാം. ഈ റെഡ് ലൈനിന്റെ മുകളിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ബൈ എൻട്രി ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ റെഡ് ലൈനിന്റെ മുകളിലായിരിക്കണം, അല്ലാതെ ഈ ഒരു ബ്ലാക്ക് ലൈനിന്റെ മുകളിലായിരിക്കരുത് എൻട്രി എടുക്കേണ്ടത്. റെഡ് ലൈനിന്റെ മുകളിലേക്ക് തന്നെ ആയിരിക്കണം. എടുക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ടത് താഴത്തുനിന്ന് എങ്ങനെയാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത് നോക്കണം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് മാത്രം ട്രേഡ് എടുക്കുക. വീക്ക് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഒന്ന് കുറച്ച് മുകളിൽ പോയിട്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് പാറ്റേൺ ആണോ എന്ന് നോക്കുക. പ്രത്യേകിച്ചും എൻഗൾഫിംഗ് പാറ്റേൺസ് ഉണ്ടോ, അല്ലെങ്കിൽ റിവേഴ്സൽ ക്യാൻഡിൽസ് ഉണ്ടോ, അതുപോലെ തന്നെ വലിയ മൊമെന്റ് തരുന്ന ക്യാൻഡിൽസോ മറ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നോക്കുക. എന്നതിന് ശേഷം പിന്നെ വരുന്ന റീടെസ്റ്റ്, അതായത് ഇങ്ങോട്ട് എത്താതെ വരുന്ന റീടെസ്റ്റിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് റെഡ് ലൈനിൽ നിന്നൊരു ബൈ എടുക്കാം. അപ്പൊ ഇത്രയാണ് അടുത്ത ആഴ്ചയിലെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. വീഡിയോസ് കാണുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പറയുന്ന ഏരിയാസ് മാർക്ക് ചെയ്തിട്ട് അവിടെ വരുന്ന സമയത്ത് എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്.